ഇപ്പം സമയം രാത്രി 10:30 കഴിഞ്ഞു കേട്ടോ. 10:30 കഴിഞ്ഞപ്പോഴാണ് ഇവരെ സൗണ്ട് നമ്മൾ കേട്ടത്. അങ്ങനെ നമ്മുടെ കറുത്തയും മക്കളെയും രാത്രിയായപ്പോൾ ഭയങ്കര കരച്ചിലായിട്ടോ. ഇത് ഇനിയും അത് നമ്മൾ ഈ ചവിട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടും ഭയങ്കര കരച്ചിലായതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും എടുത്ത് ഒരു സ്ഥലത്തോട്ടൊക്കെ വെച്ച് എല്ലാം ചിരിയൊക്കെ കണ്ണ് തുറന്നു തുടങ്ങിയതൊക്കെ ഉള്ളു കേട്ടോ. ചിലതും കണ്ണ് തുറന്നില്ല, ഇതൊന്നും അടങ്ങി ഒതുങ്ങി ഇരിക്കണില്ല. കൊച്ചുങ്ങളൊന്നും അടങ്ങിയതിരിക്കില്ല. അങ്ങനെ എൻ്റെ അനിയൻ എന്താ രാത്രിയായപ്പോൾ നമ്മൾ ജസ്റ്റ് തൂത്തിൻ്റെ കരച്ചിൽ കേട്ടിട്ട് തൂത്ത് വാരി ഇടാൻ വിചാരിച്ചു. പിന്നെ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ചവിട്ടിതാ ഇട്ട് കൊടുത്ത് അത് കീറിപ്പോയി. ഒരു ചാക്ക് എന്തായാലും നമ്മൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഇത് അല്ല ഭയങ്കര കരച്ചിലാണ്. അത് അനിയൻ എന്താ സെറ്റാക്കുകയാണ് കേട്ടോ. ഇപ്പൊ സമയം രാത്രി 10:30 കഴിഞ്ഞു കേട്ടോ. 10:30 കഴിഞ്ഞപ്പോഴാണ് ഇവരെ സൗണ്ട് നമ്മൾ കേട്ടത്. പാവം ഇങ്ങോട്ടടിച്ച് ലൈറ്റ് പാവം എന്താ. അയ്യോ പാവം കൊച്ചുങ്ങൾ ഇതാണ്ട് എല്ലാവരെയും നമ്മളിവിടെ എടുത്ത് പറക്കി തറയിൽ വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് ഇവര് ഭയങ്കര കരച്ചിൽ. എല്ലാരും ജസ്റ്റ് ഒന്ന് തൂത്തെറുതിന്റെ അമ്മ താ കയറിയിരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ചാക്കൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി ഇടാം. ഇല്ലെങ്കിൽ ഇവര് ഭയങ്കര കരച്ചിലും എന്തിട്ടാണെന്നറിയത്തില്ല കേട്ടോ. ഭയങ്കര കരച്ചിലും ഇന്ന് രാത്രി ആയപ്പോഴത്തേക്ക്. അങ്ങനെ ഞാനും അനിയനും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇവർ മണ്ണിൽ വല്ല ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണോ എന്തിട്ടാണെന്ന് അറിയത്തില്ല. ഇവരെ ചവിട്ടിയിലെടുത്ത് വെച്ചിട്ട് ഇരിക്കുന്നില്ല കേട്ടോ. അവരെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ഓട്ടപ്പരിവായതുകൊണ്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് തൂത്ത് ചാക്കിട്ട് കൊടുക്കാം. അച്ചാമ്മേരതാ മറ്റേ ചേനയും ചേമ്പിൻ്റെയും ഇത് താണ്ട ഇത് ഇവിടെ എല്ലാം ഇട്ടിരുന്ന അനിയനെ എന്നെയും കൂടെ അച്ചാമ്മന്ന് വെട്ടിക്കൊല്ലും കേട്ടോ. അതെല്ലാം തിരിച്ച് വാരി പറക്കി എടുക്കുന്നുണ്ട്. എന്താ തള്ളതാ കിടക്കുന്നു. കറുത്തേ ഒന്ന് നോക്കിയേണ്ടി. എനിക്ക് കൊച്ചുങ്ങളെ വേണ്ടേടി. കറുത്തതാ വന്ന് അടുത്ത് നിൽക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ പട്ടികളൊക്കെ ഇങ്ങനെ കുരയ്ക്കണ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ ആ ചാക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കൊച്ചുങ്ങൾക്ക് കിടക്കാനായിട്ട്. നമ്മളങ്ങനെ എന്തായാലും ചാക്ക് ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പക്ഷേ ഇവർക്ക് തണുപ്പ് കാരണമാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഇവിടെ ജസ്റ്റ് ഇവിടെ കിടന്ന എല്ലാ കരിയിലേയും കൂടെ വാരി ഇട്ട് പുകച്ചിട്ടുണ്ട്. ചെറിയ തണുപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇവിടെ കുട്ടികൾ പുറത്ത് ചാടാതിരിക്കോ വേണ്ടിയിട്ടുള്ള എന്താ തടിയൊക്കെ ഇതാ എടുത്തിങ്ങി സെറ്റാക്കിയ. അയ്യോ കൊച്ചുങ്ങള് കൊച്ചുങ്ങള് ഇവള് തന്നെ കൊച്ചുങ്ങളെ മണ്ടയിൽ കയറി കിടക്കും കേട്ടോ. ഇത്
കൊച്ചുങ്ങളെ മണ്ടയിൽ അവള് മണ്ടയിൽ കയറി കിടന്നു. അതിന്റെ പിറത്ത് മൊത്തം മണ്ണും പൊടി ചെറുതായിട്ട് പറക്കുന്നുണ്ട്. മണ്ണും പൊടിയൊക്കെ ആയിട്ട് ഇവള് എന്നെ കൊച്ചുങ്ങളെ മണ്ടയിൽ ഇങ്ങനെ കേറി കിടക്കുകയാണ്. കേറി കിടന്നിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്. അയ്യോ, ഒരാൾ മാത്രം ദാ മാറി കിടക്കുന്നു. ഇത് ചെറുക്കനാണ് കേട്ടാ. ഇത് നമ്മള് ചെറുക്കനെ മാറ്റി വെച്ചേക്കുന്നേ. അങ്ങനെതാ നിങ്ങൾ പറഞ്ഞ കണക്ക് നമ്മൾ ചാക്കിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അവള് തന്നെ ഓരോ കൊച്ചുങ്ങളെ മണ്ടേ കയറി കിടന്ന് ഫുള്ള് പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കൊച്ചുങ്ങളെല്ലാത്തിനെയും വൃത്തിയാക്കി ഓരോന്നിനായിട്ട് ഇതാ ഇനിയും എന്താ വൃത്തിയാക്കി എടുക്കുകയാണ്. കണ്ട ഇതാ എത്ര നമ്മളിത് എടുത്ത് വെച്ച് കിടത്തിയാലും കണ്ണ് തുറന്നു തുടങ്ങിയിട്ടാ. ഇതുകൊണ്ടാ പോകുന്നുണ്ടോ? എത്ര നമ്മൾ ചാക്കിലെടുത്ത് വെച്ചാലും ഇനി ഇരിക്കൂലേട്ടാ. അങ്ങ് പോവും, പുറത്തിറങ്ങി പോവും. ഒരു നമ്മൾ ഈ തടിയും കൂടി എടുത്ത് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായാലും പുറത്ത് ചാടിയേനെ കേട്ടോ. ഒരു കുട്ടി കണ്ണു തുറന്ന് ഇവരൊന്നും കണ്ണു തുറന്നില്ല കേട്ടോ. ലാസ്റ്റ് ഒരാൾ ഇതാണ് കേട്ടോ. കറുത്തതാ കിടക്കുന്ന കൊച്ചുങ്ങളെല്ലാം നമ്മൾ വീണ്ടും സെറ്റായി. ഇന്നലെ ഇവിടെ ഫുൾ തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടതാണ്. പക്ഷെ ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു. ഇന്നതാ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അനിയെന്താ എല്ലാ കുട്ടികളെയും എന്താ പാല് പറക്കി അമ്മ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെവിടെ കണ്ട് അവള് വളർന്നത് കൊണ്ടായിരിക്കും. അവളെ പിടിച്ചാൽ അവള് കറുത്ത ഒന്നും മിണ്ടില്ല കേട്ടോ. എന്റെ പൊന്നു ഫ്രണ്ട്സ്, ദാ കാച്ചിലാൻ കണ്ടേണ്. ദാണ്ട എടുത്തോണ്ടിട്ട് അച്ചാമ്മ ഇന്ന് വെട്ടിക്കൊല്ലുന്നു. എന്റെ കുഞ്ഞി കറുത്തയ്ക്കും മക്കൾക്കും ഇത് മറ്റേ ചൂട് തണുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത തേക്കിതാ അച്ചാമ്മേര കാച്ചിലെല്ലാം കൂടെ വാരിയിട്ടേക്കണ് ചെറുക്കൈ. ഇനി ഇത് പൊടിക്കൂല്ലേന്ന് ദൈവത്തിനെ അറിയാം. ഈശ്വര, തവിച്ച് കറുത്തയ്ക്കും കുട്ടികൾക്കും കൊടുക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പൊന്നു ഇവൻ കാണിക്കണ അമ്മമ്മ കണ്ടതിനെ കൊല്ലും. ഇത് നടാനുള്ളത് കഴിക്കണതാണ്. കൊള്ളാം. ഇനി പച്ചാമ്മ കാണാതെ രഹസ്യം ഇങ്ങനെ പാതിരാത്രി 10:30 ഉള്ള പരിപാടിയാണ് നിങ്ങളീ കണ്ടത്. അപ്പോൾ അവർക്ക് തണുക്കുമെന്ന് വിചാരിച്ചത് പോച്ച കൊടുത്തു കേട്ടോ. നല്ല ചെറുതായിട്ട് രാവിലെയൊക്കെ ഭയങ്കര വെയിലായിരുന്നു. രാത്രി ആയപ്പോഴേ ചെറിയ തണുപ്പുണ്ട് കേട്ടോ. ഇനി ഒരു പക്ഷേ കുട്ടികൾ തണുത്തിട്ടാണോ കരയണില്ലെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഇന്നലെയൊന്നും ഇങ്ങനെ കരച്ചിലൊന്നും ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ വൈകിട്ട് തൂത്തുവാരി വൃത്തിയാക്കിയതൊക്കെയാണ്. പക്ഷേ ഇന്നലെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഭയങ്കര കരച്ചിൽ കുട്ടികൾ. എന്തിട്ടാണെന്നറിയാൻ വയ്യ. അങ്ങനെ പോയി വെച്ചാൽ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും പട്ടികൾ എടുത്തിട്ട് കടിക്കുന്ന നമുക്കറിയത്തില്ല. ഞാനും ഇനി സിറ്റൗട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ സൗണ്ട് കേട്ട് ഓടി ഒന്ന് നോക്കിയാണ്. അപ്പോൾ കുട്ടികൾ ഭയങ്കര കരച്ചിൽ. അങ്ങനെ നമ്മളിതാ തൂത്തുവാരി നിങ്ങൾ പറഞ്ഞ കണക്ക് ചക്കൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള
ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് കാണാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നവരിക്കും. ബൈ ബൈ.